ഇന്നത്തെ വചനധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 2 വേഴ്സ് 26. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു വന്നു. Now the young man Samuel continued to grow both in stature and in favor with the Lord and also with man. പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തണം. ഇതിൻ്റെ ആഴങ്ങളെ അറിയുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മനുഷ്യൻ്റെ ഏറ്റവും അനുഗ്രഹിപ്പിക്കപ്പെട്ട ഒന്നാണ് കുടുംബം എന്നുള്ളത്. വേദപുസ്തകത്തിൻ്റെ ചരിത്രം ആദ്യം മുതൽ പരിശോധിക്കുമ്പോൾ കുടുംബത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും പ്രാധാന്യം വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായി, ന്യായാധിപനായി, പുരോഹിതനായി വളർന്നു വരുവാൻ കാരണമെന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതമാണ്, ബാല്യകാല ജീവിതമാണ്. ശമൂവേൽ പ്രവാചകൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് 1 ശമൂവേൽ 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു എങ്ങനെയാണ് ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായാധിപനായി, പുരോഹിതനായി, പ്രവാചകനായി ശമൂവേൽ വളർന്നു വന്നത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. BC 7-ാം നൂറ്റാണ്ടിലാണ് ശമൂവേലിൻ്റെ പുസ്തകം എഴുതിയത്. ഇതെഴുതാനൊരു പശ്ചാത്തലം ഇസ്രയേലിലെ ഗോത്ര സംവിധാനങ്ങളെല്ലാം തകർന്നു പോയ ഒരു കാലഘട്ടമാണ്. ആത്മീയ ജീവിതം തുലവും പ്രഭയറ്റതായി മാറി. അന്നത്തെ പ്രധാനപ്പെട്ട ദേവാലയം എന്ന് പറയുന്നത് ശീലോവാണ്. ശീലോ ദേവാലയം തകർന്ന് ആത്മീയജീവിതം തളർന്ന് അവിടുത്തെ പുരോഹിതന്മാരെല്ലാം അസാന്മാർഗീയ ജീവിതത്തിൽ ജീവിക്കപ്പെട്ടപ്പോൾ അവരുടെ തകർന്നു പോയ ആത്മീയ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ, കുടുംബജീവിതത്തെ ബലപ്പെടുത്താൻ, സാന്മാർഗീയ ജീവിതത്തെ മെച്ചമുള്ളതാക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ജോഷുവ, ന്യായാധിപന്മാർ, ശമൂവേൽ, രാജാക്കന്മാർ, ഈ പുസ്തകങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഡ്യൂട്ടോണമിസ്റ്റിക് ഹിസ്റ്ററി എന്ന് ആണ് അറിയപ്പെടുന്നത്. ഈ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഉണർത്തുന്നത്, ഉയർത്തുന്നത് എന്ന് വ്യക്തമാകാൻ സാധിക്കും. ഇന്ന് ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഭവനത്തിൽ തൻ്റെ പിതാവ് എങ്ങനെയാണ് ശമൂവേലിനെ രൂപപ്പെടുത്തിയത് എന്ന് ധ്യാനിക്കാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. അതിന് 1 ശമൂവേൽ 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ദീർഘമായ ഭാഗം ഞാൻ വായിക്കുന്നില്ല. ശമൂവേൽ പ്രവാചകൻ്റെ പിതാവിനെ പറ്റി പറയുന്നത് തുടർന്ന് ഇങ്ങനെയാണ്. 1-ാം വാക്യം: എഫ്രീം മലനാട്ടിൽ രമദായും സോഫീമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഏലീഹുവിൻ്റെ മകനായ യൊരോഹാമിൻ്റെ മകനായിരുന്നു. ഏലീഹു എബ്രീമനായ സൂഫിൻ്റെ മകനായ തോഹുവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ്റെ പിതാവിനെ പറ്റി പറയുന്നിടത്ത് നമ്മൾ വായിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൽക്കാന എന്നാണ്. ശമൂവേൽ പ്രവാചകൻ്റെ പിതാവിൻ്റെ പേര് എൽക്കാന ആദ്യം വിവാഹം കഴിച്ചു ഹന്ന എന്ന ഭാര്യയെ. എന്നാൽ അവർക്ക് മക്കളില്ല. അവിടുത്തെ നിയമം അനുസരിച്ച് മക്കളില്ല എങ്കിൽ 2ാമത് വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിച്ചവളുടെ പേരാണ് പെനീന. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എൽക്കാന എന്ന ഭർത്താവ്, ഹന്ന എന്ന ഭാര്യ, മക്കളില്ല. പെനീന എന്ന ഭാര്യ, മക്കൾ. ഈ വീട്ടിലാണ് ശമൂവേൽ പ്രവാചകൻ ഏറ്റവും അഭിവൃദ്ധിയോടെ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ്, 1-ാമത്തെ ഘടകമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഫാദർ ഫാക്ടർ, അപ്പൻ എന്ന ഘടകമാണ്. എൽക്കാന എങ്ങനെയാണ് ശമൂവേൽ പ്രവാചകനെ രൂപപ്പെടുത്തിയത്? പിതാവിൻ്റെ നേർവഴിക്കുള്ള ഒരു ശീലം, നടപ്പ്
അദ്ദേഹത്തിൻ്റെ തൻ്റെ മകനെ രൂപപ്പെടുത്തിയുള്ള പങ്ക് ഇന്നത്തെ ധ്യാനത്തിൽ വ്യക്തമാക്കുകയാണ്. 3 ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഹി ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്സ്. പിതാവെന്ന് പറയുന്നത് പതിവുകളുടെ കാവൽക്കാരനാണ്. പുതിയ ശീലങ്ങളെ അപ്പൻ വീട്ടിൽ സൃഷ്ടിച്ചു. 3-ാം വാക്യം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഹി ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്സ് ഇൻ ദറ്റ് ഹോം. പതിവുകൾ വീട്ടിൽ സൃഷ്ടിക്കുന്നത് പിതാവാണ്. ഇവിടുത്തെ പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീട്ടിൽ ഈ പതിവ് ശീലമാക്കാൻ തടസ്സമായിരിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഡിസ്റ്റൻസാണ്, ദൂരം. ശീലോവിൽ നിന്നും അഥവാ തൻ്റെ ഭവനമായ അരിമത്തിയിൽ നിന്നും, ഇവിടെ പറഞ്ഞനുസരിച്ച് രമദായിം സോപ്പിൽ നിന്നും ശീലോവിലേക്കുള്ള ദൂരം 32 കിലോമീറ്ററാണ്. രമദായിം സോഫീമിന് പുതിയ നിയമത്തിൽ പറയുന്ന പേരാണ് അരിമത്യ. രമദായിം സോഫി ടു ഷീലോ 32 കിലോമീറ്റർ ദൂരം, ഡിസ്റ്റൻസ്. പക്ഷേ ഈ അപ്പൻ ഈ ദൂരത്തെ അതിജീവിച്ചു. പലപ്പോഴും നമുക്ക് ഡിസ്റ്റൻസ് ഒരു പ്രതിസന്ധിയാകാം ദേവാലയത്തിൽ വരാൻ. അതൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ആകണമെന്നില്ല. പല വീട്ടിലും മെൻ്റൽ ഡിസ്റ്റൻസാണ്, മാനസികമായ ദൂരങ്ങളാണ്. ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഒരു നല്ല ശീലങ്ങൾ, നല്ല പതിവുകൾ ഭവനത്തിൽ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പിതാവെന്ന് പറഞ്ഞാൽ ആരാണ്? പതിവുകളുടെ കാവൽക്കാരനാണ്, ശീലങ്ങളെ രൂപപ്പെടുത്തുന്ന ആളാണ്. അതിന് ദൂരം തടസ്സമായെങ്കിലും ദൂരത്തെ അവൻ അതിജീവിച്ചു. 2-ാമത്തെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ദർ ഇസ് എ ക്രൈസിസ് ഇൻ ദറ്റ് ഹോം. ആ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്താ പ്രതിസന്ധി? ഒന്ന്, മക്കളില്ലാത്തതിൻ്റെ പ്രതിസന്ധി. ഈ ക്രൈസിസിൻ്റെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം ദേവാലയമാണ്. നമ്മളുടെ ജീവിതത്തിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഇടം പള്ളിയാണ്, ദേവാലയമാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളാണ്, പ്രാർത്ഥനകളാണ്. എന്നാൽ നോക്കൂ, ഇവിടെ ഈ അപ്പൻ ആ വീട്ടിലിട്ട പതിവിനെ ശ്രദ്ധിക്കൂ. ദൂരം അവർക്ക് പ്രതിസന്ധിയല്ല, പ്രശ്നങ്ങൾ അവർക്ക് പ്രതിസന്ധിയല്ല. അതിനപ്പുറമായി അവർ ദൈവത്തെ ആരാധിക്കാൻ ശീലോവിൽ എത്തി. നമ്മളിന്ന് വായിക്കേണ്ട, ധ്യാനിക്കേണ്ട ഭാഗം അതാണ്. ഈ അപ്പനറിയാം തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ പരിഹാരം തൻ്റെ ഭവനമല്ല. പ്രതിസന്ധികളുടെ പരിഹാരം ദൂരമേറെയുള്ള ശീലോവിലെ അൾത്താരയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ഇടം നമ്മളുടെ അൾത്താരകളാണ്, നമ്മുടെ പ്രാർത്ഥന വേളകളാണ് എന്നോർക്കുക. ഹി ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ്സ്. പതിവുകളുടെ കാവൽക്കാരൻ അപ്പൻ. 2-ാമത്തെ ഘടകം, അപ്പൻ എങ്ങനെയാണ് ആ മകനെ രൂപപ്പെടുത്തിയത് അഥവാ ആ ഭവനത്തെ രൂപപ്പെടുത്തിയത് എന്ന് നോക്കുമ്പോൾ 4-5 വാക്യങ്ങളാണ്. 4-5 വാക്യങ്ങൾ. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനീനയ്ക്കും അവിടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. 5-ാം വാക്യം, ഹന്നയോ അവൻ സ്നേഹിക്കൊണ്ട് ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി കൊടുക്കും. എന്താണ് 2-ാമത്തെ ചിന്ത? ഇതാണ്, അപ്പനെന്ന് പറഞ്ഞാൽ അഥവാ പിതാവെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കർമ്മഭാവമാണ്. ഹീ ക്രിയേറ്റഡ് ന്യൂ ലെസൺസ് ഓഫ് കെയറിങ്. കരുതലിൻ്റെ പാഠങ്ങൾ അവൻ അഥവാ ഭാവങ്ങൾ അവൻ ആ വീടിനെ രൂപപ്പെടുത്തി ആ വീട്ടിൽ കാണിച്ചു കൊടുത്തു. നോക്കൂ, കുഞ്ഞു ശോമേൽ കണ്ടു വളരുന്നത് ഈ ശീലങ്ങളും പതിവുകളും ഈ സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡുമാണ്. ഇവിടെ എന്താണ് ഈ വായിച്ചതിൻ്റെ അർത്ഥം? 4-5 വാക്യങ്ങൾ. ശീലോവിലെ ആരാധന യാഗമെന്ന് പറയുന്നത് ഭോജനയാഗമാണ്. അത് 3 ദിവസമാണ് ഭോജനയാഗം. 1-ാം ദിവസം ആരാധനയാണ്, 2-ാം ദിവസം യാഗമാണ്, 3-ാം ദിവസം യാഗത്തിൻ്റെ ബാക്കി അവർ കഴിച്ച് വീഞ്ഞു കുടിച്ച് യഹോവയുടെ സന്നിധിയിൽ നൃത്തം വെച്ച് ദൈവത്തെ ആരാധിക്കും. ബാക്കി ഭാഗം വരുന്ന മാംസം, യാഗത്തിൻ്റെ ബാക്കി വീട്ടിൽ വളരെ നേർച്ച പോലെ കൊണ്ടുവന്ന് ഒരു യഹൂദ പുരുഷൻ ചെയ്യുന്നത് താൻ സ്നേഹിക്കുന്ന ഏറ്റവും വീട്ടിലെ ആളിന് ഇരട്ടി ഓഹരി കൊടുക്കും എന്നാണ്. ഇവിടെ നോക്കൂ, ഒരു യഹൂദ പുരുഷൻ ചെയ്യേണ്ടത് എന്താണ്? താൻ സ്നേഹിക്കുന്ന ആളിന്, ഇവിടെ ആരെയാണ് സ്നേഹിക്കേണ്ടത്? പെനീനയാണ്. കാരണം തനിക്ക് തലമുറകൾ തന്നവളാണ് പെനീന. ഹന്ന തലമുറകൾ കൊടുത്തവളല്ല, തനിക്ക് ഭാഗ്യം കൊണ്ടുവന്നവളാണ്, ചരിത്രത്തിൽ ഇടം കൊണ്ടുവന്നവളാണ്, അവൾക്കാണ് കൊടുക്കേണ്ടത്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഈ അപ്പൻ കാണിച്ചു കൊടുക്കുന്ന ശീലങ്ങൾ, സ്നേഹത്തിൻ്റെ കർമ്മഭാവം ശ്രദ്ധിക്കൂ. അവൻ എന്ത് ചെയ്തു?
ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി കൊടുത്തു. ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി. സ്നേഹമെന്നത് അപ്പൻ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടാണ് ശൗമേൽ വളരുന്നത്. നമ്മുടെ വീട്ടിൽ, നമ്മളുടെ ഭവനത്തിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ സ്നേഹമില്ലാതെ പെരുമാറുക? മറ്റുള്ളവരോട് സ്നേഹമില്ലാതെ എന്തുകൊണ്ട് പെരുമാറുന്നു? കാരണം വീട്ടിൽ കാണിക്കാൻ അപ്പനോ അമ്മയോ ഇല്ലാതായി പോകുന്നു. അതിൻ്റെ കർമ്മഭാവങ്ങൾ കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. നോക്കൂ, ഹന്നയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി. ഇരട്ടി ഓഹരി എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡബിൾ പോർഷൻ ഓർ വെൽത്തി പോർഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നോട്ടത്തിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്? സ്നേഹം കാണിക്കേണ്ടത് എവിടെ? കാരുണ്യം കാണിക്കേണ്ടത് എവിടെ? ഇന്ന് കൂടുതൽ സ്നേഹിക്കുന്നിടത്ത് സ്നേഹം കാണിക്കുകയും കൂടുതൽ പണമുള്ളിടത്ത് അടുക്കുകയും ചെയ്യുന്ന, ലാഭമുള്ളിടത്ത് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ സ്നേഹത്തിൻ്റെ കർമ്മഭാവം കാണിക്കേണ്ടത് എവിടെയുണ്ടെന്ന് തകർന്നു പോയിടത്ത്, തളർന്നു പോയിടത്ത്, ബലമില്ലാത്തിടത്ത് സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടവരാണെന്ന് മക്കളെ പഠിപ്പിക്കേണ്ട ചുമതല അപ്പനുണ്ട്. അതാണ് എൽക്കാന തൻ്റെ മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ കർമ്മഭാവമാണ് അപ്പൻ. മൂന്നാമത് നമ്മൾ വായിക്കുന്നു, ഈ അപ്പൻ ഈ മകനോട് ചെയ്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അവന് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? 8-ാം വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും നല്ലതല്ലയോ? എന്താണ് അതിൻ്റെ അർത്ഥം? വാചകങ്ങളെ രൂപപ്പെടുത്താൻ പഠിപ്പിച്ച ആളാണ് അപ്പൻ. പിതാവ് വാചകങ്ങളെ രൂപപ്പെടുത്താൻ ഹീ ക്രിയേറ്റഡ് ന്യൂ ഡയലക്റ്റ്, പുതിയ ഭാഷ അവൻ രൂപപ്പെടുത്തി. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് കുഞ്ഞുങ്ങൾ സ്വാംശീകരിക്കുക. നമ്മുടെ ഭാഷകളെന്ത്? ഭാഷ എന്നതായിരിക്കണം എന്ന് പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ആൾ പിതാവാണ്. ഇവിടെ നോക്കൂ, സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ എന്ന് ഈ അപ്പൻ ചോദിക്കുകയാണ്, അഥവാ ഈ ഭർത്താവ് ചോദിക്കുകയാണ് തൻ്റെ ഭാര്യയോട്. ഒരു യഹൂദ സ്ത്രീക്ക് തൻ്റെ ഒരു മകനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, തൻ്റെ മോനെ വലിയ കാര്യമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ അപ്പൻ പറയുകയാണ്, ഈ ഭർത്താവ് പറയുകയാണ്, നിനക്ക് ഒരു മോനല്ല 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ എന്ന് പറയുകയാണ്. ഇവൾ കരയാൻ കാരണം എന്താണ്? പെനീനയാണ്. പെനീന അവളെ എപ്പോഴും മുഷിപ്പിക്കും. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 7-ാം വാക്യത്തിൽ, അവൾ യഹോവയുടെ ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ള ആളുകളുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രതിസന്ധി തരുന്ന ഘടകങ്ങളുണ്ട്. ഇവിടുത്തെ ക്രൈസിസിൻ്റെ പേര് പെനീന എന്നാണ്. ദേവാലയത്തിൽ പോകുമ്പോഴൊക്കെയും ഹന്നെ അവൾ മുഷിപ്പിക്കും, അല്ലെ വേദനിപ്പിക്കും. നിൻ്റെ ജീവിതം ഇതുകൊണ്ടാണ്, നീ ഇങ്ങനെ വന്നത് ഇതുകൊണ്ടാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളില്ലാത്ത ഗർഭപാത്രം തുറന്ന ശവക്കുഴി പോലെ ആണ് എന്നാണ്. നോക്കൂ, ഭാഗ്യമില്ലാത്തവളാണ് നീ, നന്മയില്ലാത്തവളാണ്, നിൻ്റെ ഗതിയുണ്ടാണ്, നിൻ്റെ കർമ്മദോഷമാണിത് എന്ന് പറഞ്ഞ് അവളെ വ്യസനിപ്പിക്കുകയും അവൾ കരയുകയും ചെയ്യുമ്പോൾ അപ്പൻ ചെയ്യുന്ന ഒരു കാര്യം, ഈ എൽക്കാന ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവൾ ഹന്നയെ ചേർത്ത് പിടിച്ചു. എന്നാൽ അതേ സമയത്ത് ശ്രദ്ധിക്കൂ, പെനീനയെ അവൻ ഒന്നും പറയുന്നുമില്ല. ഈ ക്രൈസിസിനോടുള്ള അവൻ്റെ മനോഭാവം ശ്രദ്ധിക്കൂ. എന്നാൽ ഇനി അടുത്ത വർഷം ശീലോവിൽ പോകുമ്പോൾ പെനീന വരണ്ട എന്ന് അവൻ തീരുമാനിക്കുന്നില്ല. കാരണം അവൻക്കറിയാം, എൻ്റെ അഭിഷേകത്തിൻ്റെ കാരണം ഈ പ്രതിസന്ധിയുടെയാണ്. ഈ പെനീനയെ എങ്ങനെ അനുഗ്രഹമാക്കാം എന്ന് പഠിപ്പിച്ച ഒരാളോടാണ് ഈ എൽക്കാന. നമ്മുടെ ജീവിതത്തിലെ ക്രൈസിസിനെ എങ്ങനെ അനുഗ്രഹമാക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പെനീനന് എഫക്റ്റ് ഇല്ലാത്തൊരു വീടുമില്ല, ഈ പ്രതിസന്ധി ഇല്ലാത്തൊരു വീടുമില്ല. അതിനെ എങ്ങനെ അനുഗ്രഹമാക്കാം എന്ന പഠനത്തിലാണ്, എന്ന കണ്ടുപിടുത്തത്തിലാണ് ഈ എൽക്കാന. അതുകൊണ്ട് അപ്പൻ ശൗമേലിനെ രൂപപ്പെടുത്തിയ 3 വഴികളാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. 1, അവൻ പതിവുകളുടെ കാവൽക്കാരനാണ്. ഹീ ക്രിയേറ്റഡ് ന്യൂ ഹാബിറ്റ് ഇൻ ദറ്റ് ഹോം. 2,
അവൻ സ്നേഹത്തിൻ്റെ കർമ്മഭാവമാണ്. ഹീ ക്രിയേറ്റഡ് ലെസൺസ് ഓഫ് കെയറിങ്, കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവം അവൻ പഠിപ്പിച്ചു. 3, ഹീ ക്രിയേറ്റഡ് ന്യൂ ഡയലക്റ്റ്, പുതിയ ഭാഷ അവൻ പഠിപ്പിച്ചു. വാചകങ്ങളെ രൂപപ്പെടുത്തുവാൻ, വാക്കുകളെ ഉപയോഗിക്കാൻ, അത് കൃത്യസമയത്ത് ഉപയോഗിപ്പാൻ, എവിടെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി അപ്പൻ പഠിപ്പിച്ചു. ഇവിടെയാണ് ഈ ശമൂവേൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ വായിക്കുന്നത്, ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. യേശു കർത്താവിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവർ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോയി എന്ന് വായിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പുത്രൻ എന്ന പദവിക്ക് അർഹനായി തീരുവാൻ അവനെ പഠിപ്പിച്ച് മിടുക്കനാക്കി ഈ ജോസഫ് കൊണ്ടുപോകുന്ന വഴിത്താരം. നസറേത്തിലിട്ട ശീലമാണ് യേശു കർത്താവിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പനെന്ന നിലയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിനക്ക് പരാജയപ്പെട്ട വഴികളെപ്പറ്റി നീ ഓർത്ത് ദുഃഖിക്കാൻ സമയമില്ല. 2022 അനുഗ്രഹത്തിൻ്റെ വർഷമാകണമെങ്കിൽ അപ്പൻ്റെ കടമ ഞാനും നിങ്ങളും ഒത്തിരി ചെയ്തെങ്കിലേ സാധിക്കത്തുള്ളൂ. നല്ല ഭാഷ പഠിപ്പിക്കൂ, കരുതലിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കൂ, നല്ല ശീലങ്ങളെ പഠിപ്പിക്കൂ. അപ്പൻ തൻ മക്കളിൽ കാരുണ്യം പോൽ ഇപ്പാപിയാമെന്നെ ദർശിക്കണേ. അപ്പൻ തൻ മക്കളിൽ കാരുണ്യം പോൽ ഇപ്പാപിയാമെന്നെ ദർശിക്കണേ. പുത്രൻ മൂലം നിൻ സവിധേ എത്തണമേ എൻ്റെ യാചനകൾ. പുത്രൻ മൂലം നിൻ സവിധേ എത്തണമേ എൻ്റെ യാചനകൾ. ദൈവമേ ത്രിയേകനേ നിൻ സവിധേ ഞാൻ വരുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നേ. പിതാവെന്ന നിലയിൽ ഞങ്ങളുടെ ദൗത്യം മറന്നു പോകാനിടയുള്ള വഴികളിൽ ഞങ്ങളെ നീ ഓർപ്പിക്കണമേ. നല്ല ശീലങ്ങളെ മക്കൾക്ക് പകർന്നു കൊടുപ്പാൻ, ഭവനത്തിൽ പകർന്നു കൊടുപ്പാൻ, കരുതലിൻ്റെ പാഠങ്ങളെ പഠിപ്പിപ്പാൻ, നല്ല ഭാഷകളെ പഠിപ്പിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.